ഹായ് കൂട്ടുകാരെ, സിമ്പിളായി മനോഹരമായിട്ട് ഒരു ഫ്ലവർ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉണങ്ങിയ ഈർക്കിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ കളർ പെയിൻറ് കൂടി നമുക്ക് ചെയ്തെടുക്കാം. അത് ഒന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെക്കാനായിട്ട് 2 ഇല വെട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് തന്നെ ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. സാധാരണയായി ഉപയോഗിക്കുന്ന പശ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്നും പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒട്ടുന്ന പശകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പശ ഇത് തന്നെയാണ്. കാരണം ഇതിന് ബാഡ് സ്മെല്ലൊന്നുമില്ല. ചിലത് നമുക്ക് എടുക്കുമ്പോഴത്തേ ഒരു ഗ്യാസ് പോലത്തെ ഒരു സ്മെല്ല് വരും. നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഒട്ടും. പക്ഷേ ഫെവിക്വിക്ക് പോലെയൊക്കെയുള്ള ഒരു രീതിയിൽ ടപ്പേന്ന് ഒട്ടത്തില്ല. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് അടുത്ത ഈർക്കിലിലോട്ടും ആ ലീഫ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. സാധാരണയായി നമ്മൾ ക്രാഫ്റ്റ് ഐറ്റം വിൽക്കുന്ന കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗ്രീൻ കളർ പേപ്പർ കിട്ടും വാങ്ങിക്കാൻ. ഏകദേശം ബോണ്ട് പേപ്പറിൻ്റെ ഒക്കെ അത്രയും വലിപ്പമുള്ള പേപ്പറാണ്. പക്ഷെ അത്രയും കട്ടി കുറവല്ല കേട്ടോ. ഇതിന് ഇച്ചിരി കട്ടിയുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന സാധനം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനമാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിസ്ത ഷെല്ലാണ്. അതിൽ 2 എണ്ണം ചെറുതും 2 എണ്ണം വലുതായിട്ട് അങ്ങനെ 4 പീസാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി. ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ആകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ട്രയൽ നോക്കിയത് കേട്ടോ. അതിനുശേഷം ഞാൻ 2 സെറ്റ് ഇതുപോലെ കളർ ചെയ്തെടുത്തു. ഒന്ന് ഗോൾഡിനും ഒന്ന് പിങ്കും ആയിട്ട്. ഞാൻ പിങ്ക് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് നോക്കി. അന്നേരം അത് കൊള്ളാം, കുഴപ്പമില്ല. ആദ്യം കുറച്ച് പൂക്കൾ ഉണ്ടാക്കി നോക്കിയിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. പക്ഷേ അതുപോലെയല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് പിസ്ത ഷെല്ലിന് താഴ്ഭാഗത്തായിട്ട് കുറച്ച് പശ അപ്ലൈ ചെയ്തിട്ട് ഒരു ഷെല്ലും കൂടെ അതിൻ്റെ മേലെ വെച്ച് ഞാൻ ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാനായിട്ട് ഒരു പിസ്ത ഇങ്ങനെ എന്താ പറയുക, അത് വിട്ടുപോരാതെ ഒന്നിച്ചിരിക്കത്തില്ലേ, അതായത് പൊട്ടിപ്പോകാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതുപോലെ ഉണ്ട്. കൂമ്പിയിരിക്കും മുല്ലമൊട്ട് പോലെയൊക്കെ. ആ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്ത ഷെല്ലിൻ്റെ താഴ്ഭാഗത്തെ പകുതി ഭാഗം അതായത് സൈഡിൽ മാത്രം നമുക്ക് പശ തേച്ച് കൊടുക്കണം. ഇങ്ങനെ ഈ സൈഡും ഇപ്പുറത്തെ സൈഡും ആ താഴെയും മാത്രമാണ് ഞാൻ പശ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആ വലിയ പിസ്ത ഷെല്ല് കളർ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിൽ ഒരെണ്ണം ഒരു സൈഡിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ ഷെല്ലും കൂടെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ ഒട്ടിച്ച് കിട്ടുമ്പോൾ ഈ എന്താ പറയുക, ഒരു മുല്ലമൊട്ട് ഇങ്ങനെ വിരിഞ്ഞ് 2 അതളും മാത്രം വിരിഞ്ഞ് വരില്ലേ, ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈർക്കിലി കൊണ്ടുള്ള ലീഫ് അത് ആ പിസ്ത ഷെല്ലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു പൂവിൻ്റെ തണ്ട് പോലെ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് അതിലോട്ട് ചേർത്ത് വെച്ചിട്ട് ആ ഈർക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിൽ വീണാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് വേണം കൊച്ചു കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ. അമ്മമാരോ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ കൂടെ ഇരുത്തി അവരുടെ കൂടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നമ്മുടെ കൊച്ചു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പിസ്ത ഷെല്ല് കൊണ്ട് വെച്ച് ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവറാണിത്. ട്യൂലിപ്സ് ഫ്ലവേഴ്സിൻ്റെ ചെറിയ ഫ്ലവർ കണ്ടിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. അടുത്ത തവണ എന്താണേലും നിങ്ങൾ പിസ്ത ഷെല്ല് മേടിക്കുമ്പോൾ ആ ഷെല്ല് കളയാതെ വെച്ച് ഇങ്ങനെ ഒരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വരുന്നത്. അനിയത്തി വന്നപ്പോൾ അനിയത്തി ഫ്ലവർ കാണിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു, ചേച്ചി ഒരു വൈറ്റ് കളറും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും അനിയത്തി പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഓടിപ്പോയിട്ട് ടപ്പേന്നൊരു വൈറ്റ് കളർ ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കിയപ്പം കൊള്ളാം, നല്ല മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റാ.